കോഴിക്കോടാണ്. വിവാദ നായിക എന്ന് പറയുമ്പോഴും അപ്പോഴും നായിക തന്നെയാണ്. അപ്പൊ ആ നായിക നമുക്ക് പരിചയപ്പെടാം. പക്ഷെ കേരളക്കരയ്ക്ക് വേറെ എന്തൊക്കെയോ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. നമസ്കാരം. സന്തോഷുണ്ട് അല്ലേ? ചേച്ചി എന്ന് വിളിക്കണോ ഇത്ത എന്ന് വിളിക്കണോ? നിനക്ക് എന്തും വിളിക്കാം. പക്ഷെ ജനങ്ങൾ വിളിച്ചോണ്ടിരിക്കുന്നത് ഫുൾ തെറിയാണ്. സമകാലീന രാഷ്ട്രീയ, സാമൂഹിക, വിവാദകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ എല്ലാ വിഷയങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തു പോകുന്ന ഒരു വെടികരമായ, വാണകരമായ എല്ലാ വിഷയങ്ങളും ഇനി മുതൽ ഈ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഒരു സംഭാഷണ ശകലമായിരിക്കും ഇത്. സംഭാഷണ ശകലമായിരിക്കും ഇത്. വെടി സംഭാഷണ ശകലം. ഇനി എല്ലാ തരത്തിലുള്ള കുൽസിത പ്രവൃത്തികളും ഈ ചാനലിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്തരത്തിലേക്കുള്ള ഒരു കാറ്റഗറിയിലേക്ക് ഈ ചാനൽ മാറി. ഈ ഒരു വീഡിയോ ഈ ചാനലിൽ വന്നപ്പോഴത്തേക്കും ചാനലിൻ്റെ ഒരു ഐഡന്റിറ്റി അങ്ങോട്ട് മാറി. ഇനി ചിലപ്പോൾ ഈ ചാനലിൽ വേറെ പേരിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും ആരായിരുന്നു, എന്തായിരുന്നു ഒരു പഠനകാലം, കുട്ടിക്കാലം. ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ടേ. എന്നാലും പറ നുണയാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. എങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് വന്നു? ഇതിലും വലിയ ചാനലുകളിൽ ഇരുന്നിട്ട് ഇതല്ല ഇതിൻ്റെ അപ്പുറത്ത് പറഞ്ഞ് കേരളത്തിൽ കോളിളക്കം ഉണ്ടാക്കാൻ നോക്കിയ മുതലാണ് എൻ്റെ പൊന്നളിയാ നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കണത്. ആ മുതലിനെയാണ് നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കണത്. ഇപ്പം കേരളക്കരയ്ക്ക് ഇവളുടെ തനി സ്വഭാവം മനസ്സിലായേ പിന്നെ കേരളത്തിലെ ജനങ്ങൾ അവൾ അവിടെ ഇരുന്ന് എന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യാറില്ല. ഈ ചെവിക്കൊട കേട്ട് ഈ ചെവിക്കൊട അങ്ങോട്ട് വിടുകയാണ് ചെയ്യുന്നത്. പഴയ പോലെ ഇവൾക്ക് കേരളത്തിൽ ഓളം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ വിഷമകരമായ അവസ്ഥയിലൂടെ നടക്കുകയാണ്. ഈ ചിത്രരചന എവിടെ നിന്ന് തുടങ്ങി എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ജസ്ന സലീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് പോകുന്നവരും. എൻ്റെ ചേട്ടൻ ഇതൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. ചേട്ടൻ ലാസ്റ്റാണ് കേട്ടതെന്ന് തോന്നുന്നല്ലേ. ഇനി ചേട്ടൻ മാത്രമേ അറിയാനുള്ളൂ. അറിയാത്ത പിള്ള ചെറിയും പറയും. തീർച്ചയായിട്ടും എനിക്ക് എയറിൽ കയറുന്നത് ഇപ്പഴാ ഭയങ്കര ഉന്നതിയിലാണ് നിൽക്കുന്നത്. അത് പെട്ടെന്ന് ഇനി എയറിലേക്ക് ആയാലും എനിക്ക് വിഷമമൊന്നുമില്ല. ചേട്ടൻ വന്നതിന്റെ ഉദ്ദേശം തന്നെ പറഞ്ഞു കഴിഞ്ഞു. റിക്കമെൻഡുകൾ കൊണ്ട് ചേട്ടന്റെ ചാനൽ ഉന്നതിയിലേക്ക് എത്താൻ ചേട്ടൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ചേട്ടന് ഫുൾ തെറി കിട്ടിയാലും വേണ്ടിയില്ല, ചേട്ടന് ചാനൽ ഒന്ന് റീച്ച് ആക്കണം. ഇവളുടെ ഈ വായേന്ന് ഈ മലം ഛർദ്ദിക്കണ വർത്താനം കേൾക്കാൻ ജനങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത കേസാണ് ചേട്ടൻ ഇങ്ങനെ എടുത്തോണ്ട് വന്ന് തള്ളി മറിക്കുന്നത്. ജസ്ന സലീം എന്ന് പറയുമ്പോ എന്നോട് ഞാൻ പറയലുണ്ട്, താഴത്ത് നോക്കിയാ എന്നെ കാണൂല, എന്നെ നോക്കിയാ എയറിൽ നോക്കിയാലേ കാണൂ. തുടങ്ങി തള്ളു വർത്താനം, അഹങ്കാരം അല്ലാണ്ട് പറയില്ല. അതുകൊണ്ടാ നിങ്ങൾ എന്നെ കാണാത്തെന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ജീവിത കഥയിലെ എന്റെ കാര്യത്തിൽ ഒരിക്കലും എനിക്ക് ഉറപ്പ് തരാൻ പറ്റൂല. ഈ ചാനല് നടത്തുന്ന ആള് വരെ ചിലപ്പോ എയറിൽ കയറിന്ന് വരും. എന്റെ കൂടെ ഒരാള് പോലും വീഡിയോ എടുക്കാൻ വരാറില്ല. എന്റെ ഫാമിലിയിൽ അരുൺ അല്ലാതെ വേറൊരാളും വരാറില്ല. പാപ്പയമ്മയാണ് ഈ ആയിട്ടായിരുന്നു. അതിന് അവൻ നിന്റെ ഫാമിലിയാണെന്ന് ജനങ്ങൾ പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. നല്ല ഓർത്തഡോക്സ്, പക്ക ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു. പക്ക ഓർത്തഡോക്സ് ഫാമിലി. അതിനെക്കാട്ടിലും അപ്പുറം 5 വക്ത് നിസ്കാരവും നോമ്പ് നോറ്റ് എന്താ പറയാ, ഞങ്ങളുടെയൊക്കെ അവിടെ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കാട്ടിലും ഞാൻ 5ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടുള്ളൂ. പിന്നെ 6ലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ടൗണിൽ പോകണം. അവിടെ ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് പഠിപ്പിന്റെ കുറവാണ് ഈ പറയുന്നത്. അപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസിയായിരുന്നു ഞാൻ, ശ്രീമത വിശ്വാസി. എനിക്കെന്നല്ല, എന്റെ ഉമ്മയൊക്കെ നമ്മള് സിയാറത്തിന് പോകാന്ന് അറിയാലോ. സിയാറത്തിന് പോകുന്ന ആൾക്കാരായിരുന്നു. എന്ന് വെച്ചാല് സുന്നി വിഭാഗക്കാരായിരുന്നു അല്ലേ? സുന്നി വിഭാഗമായിരുന്നു. എപിന്റെ മദ്രസിലാണ് ഞാൻ പഠിച്ചത്. പക്ഷെ ഇക്കെ ആണ് ഓല്. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ എപിയുടെ മദ്രസയിൽ പഠിച്ചത്. സിസ്റ്റേഴ്സ് ഒക്കെ ഇക്കെ ആണ്. നമ്മുടെ മലബാർ ഏരിയയിൽ എപി ഇക്കെ സുന്നി എന്ന് പറയുന്ന ഒരു വ്യക്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയാ, ഒരു തമ്മിൽ തെല്ലുന്ന അല്ലെങ്കിൽ തമ്മിൽ തെല്ലുന്നല്ല, ഒരു ആശയപരമായിട്ടുള്ള ഒരു സംവാദം എപ്പോഴും നിലനിൽക്കുന്നു ഞാൻ കേട്ടിട്ടുള്ളതാണ്. എനിക്ക് തോന്നിയിട്ട് എനിക്കറിയില്ല കേട്ടോ. കാരണം എന്റെ കാര്യത്തില് സത്യം പറഞ്ഞ വിക്കൊന്നും അറിയില്ല. അവക്കടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ആൾക്കാർ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ട് തമ്മിലടുപ്പിക്കുന്നു. അല്ലാണ്ട് അവൾക്കൊരു തേങ്ങ അറിയില്ല, ഒരു വിവരവും ഇല്ല, ഒരു ലോക വിവരം ഇല്ലാത്ത ഒരു വികാരപടംപറ്റിയുള്ള പോലെ തോന്നിയിട്ടുണ്ടോ? എനിക്കതൊന്നും അറിയില്ല. ഞങ്ങളുടെ
ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല. അവനില്ലാതെ ഞാനും ഞാനില്ലാതെ അവനും ക്ലാസ് പോകില്ലായിരുന്നു. അങ്ങനത്തെ എന്റെ കസിൻ തന്നെയാണ്, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അല്ലെങ്കിൽ ഉമ്മയുടെ ഒക്കെ എന്റെ ഉമ്മയും വാപ്പയും തന്നെ ഏട്ടന്റെ അനിയന്റെയും മക്കളാണ്. സ്വന്തം ഏട്ടന്റെ മുറച്ചെറുക്കനും മുറപ്പെണ്ണും അല്ലതാനും. എന്റെ വാപ്പയുടെ വാപ്പയും ഉമ്മയുടെ വാപ്പയും തമ്മിൽ ഏട്ടനും അനിയനുമാണ്. ഏട്ടൻ അനിയൻ മക്കൾ അങ്ങനെ കല്യാണം സഹോദരങ്ങൾ തമ്മിലുള്ള മക്കൾ തമ്മിലാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ എല്ലാരും സഹോദരങ്ങളാണ്. പക്ഷെ എന്റെ ഉമ്മാനെ പുറത്തേക്ക് കല്യാണം കഴിപ്പിക്കേണ്ട, അകത്തുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ കഴിപ്പിക്കണം എന്നുള്ള ഫാമിലി വിവാഹം കഴിച്ചതാണ്. ഒരു മക്ക മദീന അങ്ങനെ എന്തെങ്കിലും ഒരു ശിവനോ കൃഷ്ണനോ അങ്ങനെ ഉണ്ടാവും. പാപ്പ അത് കണ്ട് വളർന്ന ഒരു വ്യക്തി. അപ്പം പാപ്പക്ക് ജാതി മതവും അങ്ങനത്തെ ഒന്നുമില്ല. പാപ്പന്റെ കൂടെ ജോലി ചെയ്യുന്നവര് മിക്ക ആൾക്കാരും ഹിന്ദുക്കളാണ്. പക്ഷെ ഉമ്മ അങ്ങനെയൊന്നുമില്ല. എന്റെ മൂത്ത സിസ്റ്റർ ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ പോയാല് വെള്ളം കൂടി കുടിക്കാത്ത ഒരാളാണ്. ഇപ്പയും കേട്ടല്ലോ. പറഞ്ഞാൽ അതൊക്കെ എന്തൊരു ചിന്താഗതിയാ. അല്ല, ഓൾക്ക് അത് ഇഷ്ടല്ല, അവൾക്ക് താല്പര്യം ഇല്ലാത്തല്ല നമ്മൾ നിർബന്ധിക്കില്ല. ശരിയാണ്, പക്ഷേ ബാറ്റ് കൊടുക്കണമല്ലോ. അത് ആ വ്യക്തിയുടെ ഒരു താല്പര്യമാണ്. ഒരിക്കലും ഹിന്ദുവിന്റെ വീട്ടിൽ നിന്നോ ക്രിസ്ത്യന്റെ വീട്ടിൽ നിന്നോ മുസ്ലിമിന്റെ വീട്ടിൽ നിന്നോ ബുദ്ധന്റെ വീടിന്റെ ജൈനന്റെ വീട്ടിൽ നിന്ന് എന്ത് കിട്ടിയാലും ഞങ്ങള് കഴിക്കും കേട്ടോ. എന്നൊരു സംവിധാനം ഉണ്ടല്ലോ നമ്മുടെ ഇസ്ലാം മതത്തിലാണ് അത് പ്രധാനമായിട്ടുള്ളത്. അതിനെങ്ങനെയാ നോക്കി കാണുന്നത്? എനിക്കങ്ങനെ നോമ്പെടുക്കുന്ന ഒരാളാണ്. നോമ്പെടുത്ത് വാങ്ക് വിളിക്കുന്ന സമയത്ത് ഉമ്മ ഇത് ഹലാലോ ഹറാമോന്നോ ചോദിക്കല്ലേ, വാരി വിഴുങ്ങുകയോ ചെയ്യാം. ഹലാൽ എന്ന വാക്കിന് ശുദ്ധമായത് എന്നേ അർത്ഥമുള്ളൂ. അതായത് നമ്മളിപ്പോ പറയുന്ന ചില മാംസങ്ങൾ നമുക്ക് ഹറാമാന്ന് പറയുന്നത് ശാസ്ത്രീയപരമായിട്ടും അത് ഓവറായിട്ട് കഴിക്കുന്നത് നമ്മുടെ വയറിനും നമ്മുടെ ചെറുകുടലിനും അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ഹറാമായത് കഴിക്കില്ല, ഹലാലായത് കഴിക്കും. ഞാൻ ഇതുവരെ ഹറാമ് കഴിക്കാൻ, നമുക്കിപ്പോ ഹറാമ് എന്ന് പറയാൻ ഇപ്പൊ പന്നിയിറച്ചിയാണ് എന്റെ അറിവിലുള്ളത്. എനിക്ക് ബീഫ് തന്നെ എനിക്ക് കഴിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. അതുകൊണ്ട് ബീഫിനിപ്പം സംഘികളുടേതാണ് ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ ബീഫ് ഞാൻ കഴിക്കാത്തത്. ബീഫ് എങ്ങനെയാ സംഘികളുടെ ആകുന്നത്? ഗോമാതാവ് അവരുടെ ദൈവമാണല്ലോ. ബീഫ് അതാണ്. പക്ഷേ ബീഫ് എന്ന് പറയുന്നത് പോത്തിറച്ചി. കേട്ടാ, പൊട്ടത്തരം പറയണ കേട്ടാ. വിവരമില്ലായ്മ ഒരു കുറ്റമല്ല, അതൊരു അലങ്കാരമായിട്ടാണ് കൊണ്ടുനടക്കുന്നത്. പശുവിനെ കൊല്ലുന്നതോടെ എനിക്കും വിയോജിപ്പുണ്ട്. സ്വാഭാവികമായിട്ടും എന്താ പറയാ, പശു എന്ന് പറയുന്നത്. പശുവിനെ കൊല്ലുമ്പോ നിനക്ക് സങ്കടം വരുന്ന, പോത്തിനെ കൊല്ലുമ്പോ നിനക്ക് എന്തുകൊണ്ട് സങ്കടം? ഇതൊക്കെ മുക്കുമുട്ട വെട്ടിയടിക്കുമ്പോ സങ്കടം വരുന്നുണ്ടോ? മുക്കുമുട്ട ബ്രോയിലറും KFC ഒക്കെ വെട്ടി വിഴുങ്ങുമ്പോ ഇവക്കൊന്നും സങ്കടം വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും എന്താ ഒരു ചെറിയൊരു വിഭാഗത്തിന്റെ ഒരു എന്താ പറയാ അവർ ആരാധിക്കുന്ന ഒരു ഇതെന്നുള്ള രീതിയിൽ നമ്മൾ പരിഗണിച്ച് വിടുക എന്നുള്ള പരിഗണന കൊടുക്കണം. നീ മീൻ കഴിക്കുമോ? ഞാൻ മീൻ കഴിക്കും. മീൻ എങ്ങനെയാടാ ഹലാലാവുക? അതാ മീൻ എന്താ ഹലാലല്ലാത്ത? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ല. ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മീൻ അതിന്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും മീൻ എന്ന് പറയുന്നത് ഇസ്ലാം പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിനെ കഴിക്കാൻ പാടില്ല. മീൻ സ്വയം തലതല്ലിച്ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. മീനെടുത്ത് പുറത്തിടുന്ന സമയത്ത് അത് ചാവുകയല്ലേ ചെയ്യുന്നത്? അതിനെയല്ലേ നിങ്ങളൊക്കെ എടുത്ത് വെട്ടി വീഴുന്നത്? എൻ്റെ പൊന്നളിയ, വസ്തുതാപരമായിട്ടുള്ള ചോദ്യമല്ല, വെറും മണ്ടത്തരങ്ങളായിരുന്നു പറയണത്. അത്രയേ ഉള്ളൂ. വിവരമില്ലായ്മ ഒരു കുറ്റമല്ല. മണ്ടത്തരങ്ങൾ വിളമ്പുന്നതിലാണ് ഇവള് ഡിഗ്രി എടുത്തിട്ടുള്ളത്. പിന്നെ ഈ മൊല്യന്മാരൊക്കെ എന്തുകൊണ്ട് മീനിനെ കഴിക്കുന്നത്? പിടിച്ചോ കഴിഞ്ഞോ എന്നല്ല, അല്ലെ അവരത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കോയിനെയും പോത്തിനെയും അത് അവര് അതിൻ്റെതായിട്ടുള്ള മീനിനെ. പക്ഷെ അതിൻ്റെ അകത്ത് വേറെ കാര്യമുണ്ട്. ഈ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെന്തോ ഒരു ഇതുണ്ട്. അതായത് നമ്മൾ ഈ അടിച്ച് കൊല്ലുന്നതും
തലക്കടിച്ച് കൊന്നു കഴിയുമ്പോൾ ഉള്ള രക്തം അതുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ഞാൻ എന്തോ പഠിച്ചിട്ടുണ്ട്. എനിക്ക് എവിടെയാ തലക്കടിച്ചു? അല്ല, അതന്നെ പറഞ്ഞ മീനിന് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ള അങ്ങനെ എന്തോ സംവിധാനം ഉണ്ട്. അതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള പഠനം അറിയത്തില്ല. മീനിന് നീ യഥാർത്ഥത്തിൽ കണ്ടിട്ടുണ്ട്, നിനക്ക് തന്നെ മനസ്സിലാവും. അത് ആ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വരുമ്പോ അത് തല്ലി തന്നെയാണ് ചാവുന്നത്. അതിന്റെ വാലും തലയും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടാണ് അത് മരിക്കുന്നത്. അപ്പം ഈ ചത്തുപോകല്ലേ ചെയ്യുന്നത്. ഡെയിലി 4 മീൻ വെട്ടി വിഴുങ്ങണ ഇവളാണ് പറയുന്നത്. ഇവള് മീൻ തിന്നണ നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ഗ്രാഹ്യമില്ലാത്തടത്ത് നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഒരു മിനിമം, മൗനം പാലിക്കുന്നതാണ് ഒരു മിനിമം കോൺസെപ്റ്റ് എന്നാണ്. അല്ലെ ചുമ്മാ നമ്മൾ എന്തിനാ കയറി പോകുന്ന അറിയത്തില്ലാത്ത കാര്യത്തിൽ സംസാരിക്കരുത്. അതാണ്. അത് ജസ്റ്റിഫൈനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലല്ലോ, ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. അല്ല, ഈ ഒരു ചോദ്യം കുറെ കാലം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ചോദ്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അറിയില്ല, വേറെ ഒരു തേങ്ങ അറിയില്ല. എന്നെ ഒരുപാട് ഉസ്താദുമാരെടുത്തിട്ട് അലക്കാറുണ്ട്, ഇവള് കൃഷ്ണനെ വരയ്ക്കുന്നെന്ന് പറഞ്ഞിട്ട്. ഈ അലക്കുന്ന ഉസ്താദും എന്റെ പൊന്നു ചങ്ങാതി, നീ ഇപ്പൊ പണ്ടത്തെ പോലെ കേരളത്തിൽ കോളികളൊക്കെ ഉണ്ടാക്കാൻ നോക്കിയാ കേരളം നിന്നെ ഒരു ഇതിലും എടുത്തിട്ടില്ല. കാരണം നീ എന്താണ് ചെയ്യുന്നതെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നീ ഇപ്പം എന്ത് പ്രശ്നം കേരളത്തിൽ ഉണ്ടാക്കാൻ നോക്കിയാലും ദതിക്കോടെ കേട്ട് ദതിക്കോടെ വിടുള്ളൂ. കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പം നീ ഒരു വേസ്റ്റ് വസ്തുവാണെന്നാണ് അവർ പറയുന്നത്. യൂട്യൂബ് ചാനൽ പറ്റും, അന്യ സ്ത്രീകളെ കാണാൻ പറ്റും, അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഉസ്താദുമാരെ ഞാൻ വെല്ലുവിളിക്കുക. ഇതിനുള്ള മറുപടി അവര് തരട്ടെ. ഇവരുടെ കയ്യിലോ മറുപടി ഇല്ല, ഇവർക്ക് അറിയ പോലും ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ബീഫ് കഴിക്കാത്തോണ്ട് എനിക്ക് അതിനോട് അതിനെപ്പറ്റി സംസാരിക്കാൻ തന്നെ. പക്ഷെ അതിൽ ഏറ്റവും വലിയ വേറൊരു വസ്തുത എന്താണെന്നറിയോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാ? ഇന്ത്യ. കോഴിക്കോട് ഏറ്റവും വലിയ രാജ്യം. ചോദ്യം ചോദിച്ചാൽ കണ്ട വിവരം കണ്ട, ഇത്രയേ ഉള്ളൂ. ഇവൾക്ക് ആ ശേഷം വിവരം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഇവൾക്ക് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കാനുള്ള, മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾക്കുടെ അടുത്തേക്ക് ചെല്ലും. അപ്പം അവരിവളെ താങ്ങും. അങ്ങനെ ഇവളുടെ ഫോട്ടോകൾ വിറ്റഴിക്കപ്പെടും. ആ ഒരു വിവരം മാത്രമേ ഇവൾക്കുള്ളൂ, 2 മതങ്ങളെ തമ്മിൽ തല്ലിക്കുക. അതൊന്നും കളയില്ല. ഞാൻ അത് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മള് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിലുള്ള. ഈ ഷോപ്പിലൊക്കെ 1.5 കിൻഡൽ ബീഫ് ഡെയിലി അറക്കുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ച അതുകൊണ്ട് ചോദിച്ചു. അല്ല, ഈ വേറൊരു യാഥാർത്ഥ്യം ഞാൻ പറയുന്നത്, അതായത് ഈ RSSന്റെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരാണ് ഇവിടെ ബീഫ് കയറ്റുമതി ചെയ്യുന്നതിൽ ആദ്യത്തെ ഒരു 10 കമ്പനിയുടെ ഇതിനകത്ത് 7 പേരെ കണ്ടോ കൃത്യമായിട്ടുള്ള പഠനമുള്ള 7 പേര് ഇന്ത്യയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നത്. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബീഫിന് വേണ്ടി വാദിക്കുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത്. അതിൽ തന്നെ RSS ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുന്നത്. ബീഫ് ഗോമാതാവല്ല എന്ന് ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാ ബീഫിൻ്റെ പേരും RSSന്റെ പേരും ഇതാക്കുന്നത്? പശുവിനെ ആരും കൊല്ലുന്നില്ലല്ലോ. ബീഫ് എന്ന് പറഞ്ഞാൽ പോത്തല്ലേ. ഇറച്ചി, പോത്തിറച്ചി, പശു ഇറച്ചി. ഈ ഹോട്ടലിൽ എന്ന് പറഞ്ഞിട്ട് തരുന്നത് ചിലപ്പോ പശു ആയിരിക്കും, ചിലപ്പോ പട്ടിയായിരിക്കും. പട്ടിയാവാൻ സാധ്യതയില്ല. അതൊരു വല്ലാത്ത ഉപമയായി. സഹോദരന് കേൾക്കാത്തൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ന്യൂസ് തന്നെ കണ്ടിട്ടുണ്ടാവും. കോഴിക്കോട് പല ഹോട്ടലിൽ നിന്നും ഈ പറഞ്ഞ ഈ വേസ്റ്റ് ടാളിനടുത്തുനിന്ന് ഈ പട്ടിയുടെയും ഇതിന്റെയും ഒക്കെ ബാലൻസ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ന്യൂസ് വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്താ വെച്ചാല് ഞാൻ മുമ്പ് ബീഫ് കഴിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് പുറത്ത് എവിടെ ഇറങ്ങിയാലും പൊറാട്ടയും ബീഫും വേണമെന്ന് പറയാം. അപ്പൊ ഇവള് ബീഫ് കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് നുണയല്ലേ? അതാണ്. അങ്ങനെയാണ് ബീഫ് തട്ടി തട്ടി മട്ടിപ്പോഴാണ് നിർത്തിയത്. ഹസ്ബൻഡ് എനിക്ക് എനിക്കത് എന്താ പറയാ, ഇപ്പം എനിക്കത് റിയാക്ഷൻ വരുന്നത് കൊണ്ടാട്ടോ, അല്ലാതെ ബീഫിനോട് വെറുപ്പുണ്ടായിട്ടോ കണ്ട. അതാണ് റിയാക്ഷൻ ഉള്ളത് കൊണ്ടാണ്, അല്ലാണ്ട് ബീഫിനോട് വെറുപ്പുണ്ടായിട്ടല്ല. അപ്പം എന്നോട് വേണേ ചോദിക്കാം, നീ പന്നിയിറച്ചിയപ്പോ എന്താ കഴിക്കാതെ ബീഫ് മാത്രം കഴിക്കുന്ന വെച്ചാൽ വിളിച്ചു. ഏകദേശം ഞാൻ എങ്ങനെയാ അവിടേക്ക് എത്തിപ്പെട്ടെന്ന് എനിക്കും തമ്പുരാനെ പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പൊ ആയിക്കോട്ടെ പറഞ്ഞ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി.
വീട്ടിൽ അപ്പൊ ഇവര് ചോദിച്ചില്ല എന്തിനു നീ പോയി, എനിക്ക് എന്താ പറ്റിയത്, ഒന്നും ഇവര് ചോദിച്ചില്ല, ആരും ചോദിച്ചില്ല. ഒറ്റ ഈ കാലത്തോളം എന്നോട് ആരും ബോറടിക്കുന്ന ഈ കഥ കേട്ടിട്ട് നമുക്കിതിൻ്റെ കമൻറ്റ് വായിക്കാം, അതായിരിക്കും നല്ലത്. ഈ കഥ കേട്ടിട്ട് നമുക്ക് ബോറടിക്കുന്നു. ഈ കഥ നമ്മൾ ഒരുപാട് ന്യൂസൈറ്റിയിലും മറുനാടലിലും വെറൈറ്റി മീഡിയയിലും ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഡോണ്ട് റിപ്പീറ്റ് ദിസ് സ്റ്റോറി എന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ നുണക്കഥ ഇങ്ങനെ പ്രചരിപ്പിക്കരുത്. അത് കേട്ടിട്ട് എനിക്ക് മടുത്തു, വെറുത്തു. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കമൻറ്റ് വായിക്കാം, അതായിരിക്കും കുറച്ചുകൂടി നമുക്ക് ഇൻട്രസ്റ്റഡ്. വിചാരിച്ച പോലെ ഒരു ഓളക്കം വെട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം ഇത് ഇങ്ങനത്തെ ഒരു കേസാണ്. അതുകൊണ്ട് പഴയ പോലെ റീച്ചൊന്നും ഈ സാധനത്തിന് കിട്ടുന്നില്ല. പിന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരൊന്നും കൊണ്ടെടുക്കുന്നില്ല, പ്രത്യേകിച്ചും സുരേഷ് ഗോപി വിട്ട കേസാണ്. അപ്പോൾ ഫസ്റ്റ് കമൻറ്റ് തന്നെ, ബ്രോ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ ഇൻ്റർവ്യൂ എടുക്കാൻ, നിൻ്റെ ഇൻ്റർവ്യൂ വളരെ നല്ലതാണ്, പക്ഷെ ബട്ട് ഇത്, അതാണ് ഒരു കമൻറ്റ്. അതിന് 57 ലൈക്ക് ഉണ്ട്. ഇവൾ ലോകവെടി ആണ്, ലോകവെടി എന്ന് പറഞ്ഞാൽ ലോകവെടി എന്ന് വേറൊരു കമൻറ്റ്. അല്ല ബ്രോ ഇപ്പോൾ വെടികളുടെ സീസണാണോ, വെടി ആയാൽ ഇപ്പോൾ സെലിബ്രിറ്റി ആകും, അത് വേറൊരു കമൻറ്റ്. പിന്നെ മദ്രസയിൽ പോയി ഇപ്പോൾ പഠിക്കാത്തതിൻ്റെ പ്രശ്നം, അത്രയേ ഉള്ളൂ, മീൻ കഴിക്കാം, അതിന് 26 ലൈക്ക് ഉണ്ട്. ഇവൾക്കൊരു ഉളുപ്പുമില്ലേ ഇങ്ങനെ വായെ തോന്നിയത് പറയാൻ, ഓ ഇവൾക്ക് പണ്ടേ അതില്ലല്ലോ, ഞാൻ അതങ്ങ് മറന്നുപോയി, ക്ഷമിച്ചുകളാം. അതൊരു കമൻറ്റ്. ഒരു മാധ്യമം എന്ന നിലയിൽ എന്ത് മെസ്സേജാണ് ഇവരെ പോലുള്ളവരെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന വഴി നിങ്ങൾ ഈ സമൂഹത്തിന് കൊടുക്കുന്നതെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ടൈം ടു സബ്സ്ക്രൈബ് യുവർ ചാനൽ ആൻഡ് വാച്ച് ദിസ് കൈൻഡ് ഓഫ് ക്രാപ്സ്. താങ്കളുടെ ഇൻ്റർവ്യൂ കുറച്ച് ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്, സോറി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി, ബി വൈസ് വൈൽ ചൂസിങ് ദ ഗസ്റ്റ്. മനസ്സിലായില്ലേ? അത് തന്നെ. കുറച്ച് ബുദ്ധിയുള്ള ഗസ്റ്റുകളെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്നൂടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഒരാൾ ചത്തമീൻ തിന്നുന്ന വിഷയത്തിൽ ഉസ്താദുമാർ സ്വന്തമായി നിയമം ഉണ്ടാക്കിയതെല്ലാം മറിച്ച് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ തന്നെ നൽകിയ വ്യക്തമായ ഇളവാണത്. ഖുർആൻ പൊതുവായി മീയത്ത് നിഷിദ്ധമാക്കിയ കൂട്ടത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി മത്സ്യത്തെയും വെട്ടുക്കിളിയെയും പ്രത്യേകം നിയമം പരമായി ഒഴിവാക്കി അവിടുന്ന് അരുളി, 2 മീയത്തുകളും 2 രക്തങ്ങളും നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. 2 മീയത്തുകൾ മത്സ്യവും വെട്ടുക്കിളിയും. കരയിലെ മൃഗങ്ങൾക്ക് ബാധകമായ അറിവിൻ്റെ നിയമം സമുദ്രത്തിൻ്റെ വിശാലതയിൽ നിന്ന് ലഭിക്കുന്ന ജീവികൾക്ക് ബാധകമല്ല എന്ന സാരം. സമുദ്രം ഒരു സംസ്കരണശാലയാണ്. അതിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം അത് ജീവൻ വെടിഞ്ഞതായാലും ഉടൻ പിടികൂടിയതായാലും ഭക്ഷ്യയോഗ്യമാണെന്നതിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ യുഗങ്ങളായി ഏകകണ്ഠമായ അഭിപ്രായമുണ്ട്. ഇവിടെ വ്യക്തിപരമായ വെല്ലുവിളികൾക്കപ്പുറം പ്രവാചക മൊഴികളിൽ അധിഷ്ഠിതമായ ഒരു അടിസ്ഥാന നിയമമാണ് സത്യമായി നിലകൊള്ളുന്നത്. നിയമം അറിവോടെ സ്വീകരിക്കുമ്പോൾ സംശയം അകന്നുപോകും. മതത്തിൻ്റെ നിയമം സ്വീകരിക്കാത്തതിൻ്റെ കുഴപ്പമാണെന്നാണ് പറയുന്നത്. അപ്പോൾ വേറൊരു കമൻറ്റ് വന്നിരിക്കുന്നത് അറിവില്ലായ്മ ഒരു പ്രശ്നമല്ല എന്നതാണ്. പിന്നെ വേറൊരു കമൻറ്റ്, ഹലാലിനെ പറ്റിയും ഹറാമിനെ പറ്റിയും ചോദിക്കാൻ പറ്റിയൊരു മോതൽ, കോഴിക്കോട് രാജ്യം പൊളിച്ചു. വേറൊരു കമൻറ്റ്, അവൾ കാൽ വച്ചിരിക്കുന്നത് കണ്ടു, അഹങ്കാരം. ഒരു കമൻറ്റ്, അന്നേ നീ ഊടായിപ്പാണല്ലോ, പൂമോളെന്ന് നാട്ടിൽ വിളിക്കും, വെറുതെ അല്ല നീ ഇങ്ങനെയായത്, തുടക്കം ശരിയല്ല. നിങ്ങൾക്ക് ആശയദാരിദ്ര്യമാണെങ്കിൽ ആലുവ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് രാത്രി നിൽക്കുന്ന സ്ത്രീകളോട് അവരുടെ ജീവിത കഥ ചോദിക്കുക. അവർ പച്ചയായ സത്യങ്ങൾ പറയും. അതിൽ ചിലപ്പോൾ പൊതുജനങ്ങൾ അറിയേണ്ട പലതും ഉണ്ടാവും. നിങ്ങൾ ഇത്തരം തട്ടിപ്പുകാരികളെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ നുണക്കഥകൾ കേൾക്കുന്നതിനേക്കാൾ നല്ലതാവും. കറക്റ്റ്. ഈ ചാനൽ അളിയനോട് എനിക്ക് പറയാനുള്ളത്, ബ്രോ ഈ പറയുന്ന പോലെ മിക്ക ബസ് സ്റ്റാൻഡിലും പ്രത്യേകിച്ച് ഇവർ പറഞ്ഞ പോലെ ആലുവ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ രാത്രിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവിതകഥകളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുണ്യമെങ്കിലും കിട്ടും, കുറച്ച് കഥകളെങ്കിലും ജനങ്ങൾക്ക് കേൾക്കാനുണ്ടാകും. പക്ഷെ ഇതൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഈ വേസ്റ്റ് സാധനങ്ങളെയൊക്കെയാണ് നിങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് വീണ്ടും ഈ കേരളത്തിലേക്ക് ഈ വിഴുപ്പിട്ട് അലക്കുന്നത്. രമോ വിശ്വസിച്ചു. ഓർത്തഡോക്സ് ഫാമിലി, മകൾക്കിട്ട പേരാണത്ര കണ്ണൻ, ഭയങ്കരം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓർത്തഡോക്സ് ഫാമിലി മകൾക്കിട്ട പേര് വിശ്വസിച്ചു. മത്സ്യവും വെട്ടുക്കിളിയും ചത്താൽ ഹലാലാണ്, അത് റസൂലിൻ്റെ വാക്കുകളാണ്. അപ്പോൾ മദ്രസയിൽ പോയിട്ട് കാര്യമില്ല, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമാണ്. മനസ്സിലായില്ലേ?
അപ്പോൾ ഇനി ഇത്തരം വിഡ്ഢിത്തങ്ങളുമായിട്ട് ഇതുപോലുള്ള ചാനലുകളിൽ വരാതിരിക്കുക. വെറുതെ ഇങ്ങനെ വന്നിട്ട് ഓരോ കൊനിഷ്ടുണ്ടാക്കിയിട്ട് ജനങ്ങളുടെ ക്ഷമേനെ പരീക്ഷിക്കരുത്. വേറെ ആരെയും കിട്ടിയില്ലേ മോനെ എനക്ക് ഈ സൈത്താനോട് എന്നൊരു കമൻറ്റ്. പിന്നെ അബ്ദുൽ കലാം അല്ലേ, ഇവളുടെ കുട്ടിക്കാലം മുതലുള്ള കഥകൾ പറയാൻ നാണമില്ലേ ബ്രോ? അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. എടോ ചാനലളിയാത്ത എനിക്ക് നാണം ഇല്ലേ? എടീ മദ്രസയിൽ ശരിക്ക് പഠിപ്പിക്കുന്നുണ്ട് മത്സ്യവും ജറാത്ത് എന്ന പക്ഷിയെയും ഭക്ഷിക്കാമെന്ന്. നീ മദ്രസയിൽ പോയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു. നീ ഏത് മദ്രസയിലാണ് പോയേക്കണത്? അതൊന്ന് പറഞ്ഞേ. നീ ഒരു മദ്രസ വിദ്യാഭ്യാസം പോലും നിനക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിൻ്റെ ഈ പൊട്ട ഇൻ്റർവ്യൂ. 9ാം ക്ലാസ് വരെയെങ്കിലും പോയൊരു വ്യക്തിക്ക് സാമാന്യ വിവരം ഉണ്ടാവും. അതുപോലും നിനക്കില്ലെങ്കിൽ പിന്നെ പറയണ്ടല്ല. വേറെ ആൾ ചോദിച്ചിരിക്കുന്നു, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? അത് തന്നെയാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത്, ഞാനടക്കം. ഇതുപോലുള്ള ഇൻ്റർവ്യൂ ചെയ്യുന്നവർ ഇതുപോലുള്ള ജനങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ലാത്ത സാധനങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യും. ഇവർക്കിടെ ഇൻ്റർവ്യൂ എടുത്താൽ കൂടുതൽ ജനങ്ങൾ പ്രതികരിക്കും, കൂടുതൽ വ്യൂ കിട്ടും എന്നൊക്കെ ഇവരൊക്കെ എന്ത് മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? വേറെ ആരെയും കിട്ടിയില്ലേ എന്നാണ് എല്ലാവരും ചോദിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ഓർത്തഡോക്സ് ഫാമിലിയിൽ അക്കാലത്ത് ടി വിയോ? അതൊരു ചോദ്യമാണ്. അക്കാലത്ത് ഓർത്തഡോക്സ് ഫാമിലിയിൽ ടി വി ഉണ്ടാവില്ല മക്കളെ. ഇപ്പോൾ മനസ്സിലായില്ലേ ഫുള്ള് നുണയാണെന്ന്? ഇനി ഒരുപാട് നുണകളുണ്ട്, അതൊക്കെ നമുക്ക് തെളിയിക്കണ്ടേ? ഇതെന്ത് ഇൻ്റർവ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിയാണ്, എനിക്കും കേട്ടപ്പോൾ തോന്നി ഇതെന്തോന്ന് ഇൻ്റർവ്യൂ ആണ് ഇതെന്തോന്നടേ ഇത്. പിന്നെ ഉസ്താദുമാർക്ക് ഈ പൊട്ടച്ചോദ്യത്തിന് മറുപടി പറയില്ലല്ലേ പണിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ശരിയാട്ടാ. ഏട്ടൻ്റെ അനിയൻ്റെ മക്കൾ സഹോദരങ്ങളാണ്, അവർ കല്യാണം കഴിക്കില്ല എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് അതിൻ്റെയൊക്കെ ബുദ്ധിക്കുറവാണ് ഈ കാണിക്കുന്നത്. ബെസ്റ്റ് നല്ല നായിക എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിനിട്ട് നല്ല താങ്ങിയല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൽ പറഞ്ഞത് അറിയണമെങ്കിൽ മദ്രസയിൽ പഠിക്കണം. 5ാം ക്ലാസ് വരെ പഠിച്ചാൽ അതൊന്നും കറക്റ്റ് പഠിക്കാൻ കഴിയില്ല. മദ്രസയിൽ കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മത്സ്യവും ജറാദ് എന്ന പക്ഷിയെയും കഴിക്കാമെന്ന്. എന്തിനാടി ഊമ്പിത്തിരിയാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ? എടോ ചാനലുകാരാ, നിനക്ക് ഇച്ചിരിയും കൂടി ബുദ്ധിയും ബോധമുള്ള ആരെങ്കിലും കിട്ടിയില്ലേ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട്? കുറച്ച് വ്യക്തിത്വമുള്ള ആൾക്കാരെ ഇതുപോലെ ചീഞ്ഞ നാറ്റിക്കേസുകളൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഇൻ്റർവ്യൂ എന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഇട്ട് നാറ്റിക്കണം. പൊന്നു ബ്രോ, ഈ വളിവിട്ട കേസൊക്കെ നീ ഇതിന് എടുത്തു തുടങ്ങിയോ? നിലവാരം 100% താഴോട്ട്. എന്തിന് ബ്രോ ഇവളെ പോലുള്ളവർ ഇൻ്റർവ്യൂ ചെയ്യുന്നത്? മതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. അതൊരു കമൻറ്റാണ്. അപ്പം ഈ ചോദ്യത്തിന് ഞാൻ തന്നെ മറുപടി പറഞ്ഞു തരാം. കാരണം ഈ ചാനലിന് ഇപ്പോൾ റീച്ച് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. അപ്പം തെറി ആയാലും കുറച്ച് റീച്ച് കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് ആ പൊന്നു ബ്രോ ചെയ്ത സാഹസമാണിത്. എൻ്റെ പൊന്നു ബ്രോ, നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ സ്വന്തം മലം വാരി തിന്നാൻ പാടില്ലായിരുന്നു. പണ്ഡിതയാണെന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, അത് അവളാക്കിയതാണ്. ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട്. സത്യമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് ഈ സ്ത്രീ കരുതിക്കൂട്ടി നടക്കുന്നത്. അപ്പോൾ കമൻറ്റുകളൊക്കെ ഈ സ്ത്രീക്ക് പ്രതികൂലമാണ്. എനിക്ക് വേറെ ആരെയും കിട്ടിയില്ല എൻ്റെ പൊന്നളിയ ഇൻ്റർവ്യൂ എടുക്കാൻ. കുറച്ച് വിവരമുള്ള ആരെങ്കിലും കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്തിരുന്നെങ്കിൽ നേർച്ച ഉണ്ടായിരുന്നു. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക.